35 സീരീസ് ഓഫ് ഗ്രൂപ്പ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിനാദ്യം കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കുകയാണ്. സബ് നോർമൽ സീരീസ്, നോർമൽ സീരീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഒരു സബ് നോർമൽ സീരീസ് എന്താന്ന് നോക്കാം. ഒരു ഗ്രൂപ്പ് ജി തന്നിട്ടുണ്ട്, അതിന്റെ സബ് ഗ്രൂപ്പ്സ് ആണ് H0, H1 എക്സെട്ര HN എന്ന് വിചാരിക്കുക. ഇതില് HI എന്ന് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ HI+1 ആണ്. ആൻഡ് ദിസ് HI ഈസ് നോർമൽ ഇൻ HI+1 ആണെന്ന് വിചാരിക്കുക. ഈച്ച് HI എന്ന് പറയുന്നത് ഈസ് നോർമൽ ഇൻ HI+1. അപ്പോൾ HI ലെസ് ദാൻ HI+1 ആയതുകൊണ്ട് നമുക്ക് ഈ ഇൻക്ലൂഷൻ എങ്ങനെ എഴുതാം? H0 ലെസ് ദാൻ H1 ലെസ് ദാൻ H2 ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ HN-1 ലെസ് ദാൻ H. ഇതിൽ H0 എന്ന് പറയുന്നത് ഈക്വൽ ടു E ആയിരിക്കണം, HN എന്ന് പറയുന്നത് ഈക്വൽ ടു G ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സീരീസിനെ നമ്മൾ സബ് നോർമൽ സീരീസ് എന്ന് പറഞ്ഞ് വിളിക്കും. സബ് നോർമൽ സീരീസ്. അപ്പോ ഇവിടെ ഈ പറയുന്ന HI നോർമൽ ഇൻ HI+1 ആകണമെന്നേ പറയുന്നുള്ളൂ, നോർമൽ ഇൻ G അല്ല കേട്ടോ. സബ് നോർമൽ സീരീസ് നോർമൽ ഇൻ G ആയാലും കുഴപ്പമൊന്നുമില്ല, ബട്ട് ഇതിനെ സബ് നോർമൽ സീരീസ് എന്ന് പറയണമെങ്കിൽ H0 ലെസ് ദാൻ H1 ലെസ് ദാൻ H2, H1 നോർമൽ ഇൻ H2, അല്ലാതെ H1 നോർമൽ ഇൻ G ആവണമെന്ന് കമ്പൽഷൻ ഇല്ല. കാരണം H1 നോർമൽ ഇൻ G ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി H1 നോർമൽ ഇൻ H2 ആയിക്കോളും. അപ്പോൾ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ, H1 നോർമൽ ഇൻ H2 ആയിരിക്കണം, H2 നോർമൽ ഇൻ H3 ആയിരിക്കണം, അതുപോലെ H3 നോർമൽ ഇൻ H4 ആയിരിക്കണം, അങ്ങനെ HN-1 നോർമൽ ഇൻ HN ആണ്. അങ്ങനെയുള്ള ഒരു സീരീസിനെയാണ് സബ് നോർമൽ സീരീസ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെയുള്ള ഒരു സീരീസിന് H0 ലെസ് ദാൻ H1 ലെസ് ദാൻ എക്സെട്ര HN-1 ലെസ് ദാൻ HN, HN എന്ന് പറയുന്നത് ഈക്വൽ ടു 0. ഇതിൽ ഈച്ച് HI, ഓൾ HI എന്ന് പറയുന്നത് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് G ആണെങ്കിൽ, സബ് ഗ്രൂപ്പ് ഓഫ് G ആണെങ്കിൽ ഈ സീരീസിനെ നമ്മൾ നോർമൽ സീരീസ്, സബ് നോർമൽ എന്ന് പറയുമ്പോൾ HI നോർമൽ ഇൻ HI+1, നോർമൽ സീരീസ് എന്ന് പറയുമ്പോൾ ഈച്ച് HI ഈസ് നോർമൽ ഇൻ G ആവണം. അങ്ങനെയുള്ള ഒരു സീരീസിനെ നമ്മൾ നോർമൽ സീരീസ് അല്ലെ ഇൻപീരിയൻ സീരീസ് എന്ന് വിളിക്കും. ഇനി ഇതിനൊരു എക്സാമ്പിൾ ആണ്, നമുക്കറിയാം അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഇതില് എല്ലാ സബ് നോർമൽ സീരീസും നോർമൽ സീരീസ് ആവും നിർബന്ധമില്ല, ബട്ട് എല്ലാ നോർമൽ സീരീസും എന്താണ്, നോർമൽ സീരീസും സബ് നോർമൽ സീരീസ് ആയിരിക്കും. അപ്പൊ നോർമൽ സീരീസ് ഇംപ്ലൈസ് സബ് നോർമൽ സീരീസ്. കാരണം ഒരു നോർമൽ സീരീസിൽ H1 നോർമൽ ഇൻ G ആണ്, അപ്പം ഉറപ്പായിട്ടും G യേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാ ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ് ഗ്രൂപ്പിലും H1 H2 അകത്ത് കണ്ടെയ്ൻഡ് ആണ് അല്ലെ. അപ്പൊ H1 നോർമൽ ഇൻ H2 ആയിരിക്കും, അതുപോലെ H2 കണ്ടെയ്ൻഡ് ഇൻ H3 ആണ്, therefore H2 is normal in H3 ആയിരിക്കും. അപ്പൊ എല്ലാ നോർമൽ സീരീസും സബ് നോർമൽ സീരീസ് ആണ്, ബട്ട് കോൺവേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് നിർബന്ധമില്ല. അതിന് എക്സാമ്പിൾ നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ. ഈ 8Z contained in 4Z ആണ്, 4Z contained in Z ആണ്. ഇത് അബീലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് എല്ലാ സബ് ഗ്രൂപ്പ്സും നോർമൽ സബ് ഗ്രൂപ്പ്സ് ആണ്. ഇതൊരു നോർമൽ സീരീസ് ആണ്. അതുപോലെ 0, 9Z ലെസ് ദാൻ Z ഇതും ഒരു നോർമൽ സീരീസ് ആണ്. D4 സിമെട്രീസ് ഓഫ് എ സ്ക്വയർ. സിമെട്രീസ് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ക്വയറിനെ നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് എഴുതുവാണെങ്കിൽ ഇതിന്റെ 4 റൊട്ടേഷനും 4 റിഫ്ലക്ഷന്റെയും കളക്ഷൻ ആണ് നമ്മുടെ D4 എന്ന് പറയുന്നത്. D4 ഇൻ ജനറൽ DN എടുത്തു കഴിഞ്ഞാൽ 2n എലമെന്റ്സ് ഉണ്ട്, n റിഫ്ലക്ഷൻ ഉണ്ട്, n റൊട്ടേഷൻ ഉണ്ട്. ഇതൊരു ഡൈഹെഡ്രൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതില് റോ നോട്ട് എന്ന് പറയുന്ന ഐഡന്റിറ്റി ആണ്. ഇനി μ1 എന്ന് പറയുന്ന ഒരു റിഫ്ലക്ഷൻ ആണ്. ഏത് റിഫ്ലക്ഷൻ? 1, 2, 2, 1, 3, 4, 4, 3. അപ്പൊ 1, 2 D4 സിമെട്രീസിൽ μ1 എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ആണ്. ആ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് ആണ്. നമുക്ക് അറിയാം ഈ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് റിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ 1ന്റെ പൊസിഷനിൽ 2 വരും, 2ന്റെ പൊസിഷനിൽ 1, 4ന്റെ പൊസിഷനിൽ 3, 3യുടെ പൊസിഷൻ, അതാണ് μ1. μ2 എന്ന് പറയുന്നത് ശരിക്കും μ2 എന്ന് പറയുന്നത് ഈ ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് ആണ് റിഫ്ലക്ഷൻ. റോ 2 എന്ന് പറയുന്നത് ശരിക്കും റൊട്ടേഷൻ ആണ്, 180 ഡിഗ്രി റൊട്ടേഷൻ ആണ്. 1, 2, 3, 4നെ 180 ഡിഗ്രി 90 ഡിഗ്രി തിരിക്കുമ്പോൾ 1ന്റെ പൊസിഷൻ 1, 2ന്റെ പൊസിഷനിൽ വരും, 2, 3 ഇങ്ങനെ
ഒരു ഷിഫ്റ്റിംഗ് വരും. 180 എന്ന് പറയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ തിരിക്കുകയാണ്. അപ്പൊ 1 ഏതിന്റെ പൊസിഷനിൽ വരും? ആ 3യുടെ പൊസിഷനിൽ വരും. 1 3യുടെ പൊസിഷൻ, 2 4ന്റെ പൊസിഷനിൽ 3, 1ന്റെ പൊസിഷനിൽ 4ന്റെ പൊസിഷനിൽ 2 വരും. അപ്പൊ ഇത് 180 ഡിഗ്രി റൊട്ടേഷൻ ആണ്. അപ്പൊ ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ഇത് നിങ്ങൾക്ക് പരസ്പരം ഇത് കമ്പോസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഇതിന്റെ ഉള്ളിലെ എലമെന്റ്സ് തന്നെയാണ് കിട്ടുക. റോ മ്യൂ1 റിഫ്ലക്ഷൻ ആണ്. മ്യൂ1 സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി തന്നെയാണ് കിട്ടുക. ഇതൊരു സബ് നോർമൽ സീരീസ് ആണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സബ് നോർമൽ സീരീസ് ആവണമെങ്കിൽ റോ നോട്ട് ഷുഡ് ബി നോർമൽ ഇൻ റോ നോട്ട് മ്യൂ1. അതാണ്. ഇനി റോ നോട്ട് മ്യൂ1 ഷുഡ് ബി നോർമൽ ഇൻ റോ നോട്ട് റോ2 മ്യൂ1 മ്യൂ2. അത് ചെക്ക് ചെയ്യുന്നതിന് പകരം ഇതിന്റെ കാർഡിനാലിറ്റി എത്രയാണ്? 4 ആണ്. ഇതിന്റെ കാർഡിനാലിറ്റി 2 ആണ്. അപ്പൊ ഇതിന്റെ ഇൻഡെക്സ് നോക്കിയാൽ 4/2 2 ആണ്. ഇൻഡെക്സ് 2 ഉള്ള ഒരു സബ് ഗ്രൂപ്പ് ആണ് ഈ റോ നോട്ട് മ്യൂ1. അപ്പൊ ഇത് ഉറപ്പായിട്ടും നോർമൽ ആയിരിക്കും. അതുപോലെ ഇത് നോർമൽ ഇൻ D4 ആണെന്ന്. D4ൽ 8 എലമെന്റ്സ് ഉണ്ട്. ഇവിടെയും ഇൻഡെക്സ് എത്രയാണ്? ഈ സബ് ഗ്രൂപ്പിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ അഗൈൻ ഇതൊരു നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് D4 ആണ്. അപ്പൊ ഇതൊരു സബ് നോർമൽ സീരീസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് എ നോർമൽ സീരീസ്. കാരണം ഈ റോ നോട്ട് മ്യൂ1 എന്ന് പറയുന്നതും ഇത് നോർമൽ സീരീസ് ആണെങ്കിൽ ഇതെല്ലാം നോർമൽ സബ് ഗ്രൂപ്പ്സ് ഓഫ് D4 ആണ്. ബട്ട് റോ നോട്ട് മ്യൂ1 ഈസ് നോട്ട് നോർമൽ ഇൻ D4 ആണ്. അപ്പൊ ഇതാണ് നോർമൽ സബ് നോർമൽ സീരീസിന്. അപ്പൊ ഇവിടെ ഒരു സബ് നോർമൽ സീരീസിന്റെ റിഫൈൻമെന്റ് എന്താന്ന് പറയുന്നുണ്ട്. നമ്മളൊരു പാർട്ടീഷൻ നോർമലി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ റിഫൈൻമെന്റ് എന്താണ്. ഒരു ക്ലോസ്ഡ് AB എടുത്തു കഴിഞ്ഞാൽ ഇത് അതിന്റെ ഒരു പാർട്ടീഷൻ ആണ്. ഇതിന്റെ റിഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഓൾറെഡി ഉള്ള പാർട്ടീഷനെ വീണ്ടും ചെറുതാക്കി മുറിച്ചെടുക്കുന്നതാണ് റിഫൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു സബ് നോർമൽ സീരീസിന്റെ റിഫൈൻമെന്റ്. HI എന്ന് പറയുന്ന ഒരു സബ് നോർമൽ സീരീസ് ഉണ്ട്. അതിന്റെ റിഫൈൻമെന്റ് ആണ് KJ എന്ന് പറയുന്നത്. ഈച്ച് HI ഷുഡ് ബി കണ്ടെയ്ൻഡ് ഇൻ KJ. അതായത് ഈ എല്ലാ HIയും ഷുഡ് ബി 1 ഓഫ് ദ KJ. അങ്ങനെയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു KJനെ നമ്മൾ റിഫൈൻമെന്റ് എന്ന് പറയും. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതൊരു സബ് നോർമൽ സീരീസ് ആണ്, അല്ലെ നോർമൽ സീരീസ് ആണ്. 072Z 8ZZ. ഇതിന്റെ റിഫൈൻമെന്റ് ആണ് ഈ മാറില്ല. നോക്കിക്കേ, 0 ഉണ്ട്, ഇവിടെ 72Z ഉണ്ട്, 8Z ഉണ്ട്, Z ഉണ്ട്. അപ്പൊ ഈ റിഫൈൻമെന്റ് ഈസ് ഈ സീരീസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് സീരീസ്. അപ്പൊ ഇതതിനെ ഏതാണോ വീണ്ടും റിഫൈൻ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന അതിനെ നമ്മൾ റിഫൈൻമെന്റ് എന്ന് പറയും. അപ്പൊ താഴെ പറയുന്ന സീരീസിന്റെ റിഫൈൻമെന്റ് ആണ് ഈ മുകളിലത്തെ. ഇനി രണ്ട് സബ് നോർമൽ സീരീസ് HIയും KJയും, രണ്ട് ഡിഫറെന്റ് സബ് നോർമൽ സീരീസ് ഐസോമോർഫിക് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കറസ്പോണ്ടിങ് ഫാക്ടർ ഗ്രൂപ്പ്സ് എടുക്കുക. HI+1 ബാർ HI, അതിന്റെ കളക്ഷൻ എടുക്കുക. അതുപോലെ തന്നെ KJ+1 ബാർ KJ, ഇതിന്റെ കളക്ഷൻ എടുക്കുക. ഈ രണ്ട് കളക്ഷൻ, ഇതിലെ ഫാക്ടർ ഗ്രൂപ്പുകളും ഇതിലെ ഫാക്ടർ ഗ്രൂപ്പുകളും തമ്മിൽ ഐസോമോർഫിക് ആണെങ്കിൽ we say that ആ രണ്ട് റിഫൈൻമെന്റ് ഐസോമോർഫിക് ആണെന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് ഈ കളക്ഷൻ. നമുക്കറിയാം HI+1 ബാർ HI ഡിഫൈൻഡ് ആണ്. കാരണം HI ഈസ് നോർമൽ ഇൻ HI+1. അപ്പൊ അതുകൊണ്ട് നമുക്ക് സബ് നോർമലോ നോർമൽ സീരീസ് എടുത്താൽ പോലും എന്താ പറയാൻ പറ്റും? ഈ ഫാക്ടർ ഗ്രൂപ്പ്സ് ഡിഫൈൻഡ് ആണ്. അപ്പൊ ഫാക്ടർ ഗ്രൂപ്പ്സിന്റെ കളക്ഷൻ എന്താവണം? ഇതിലെ ഒരു ഫാക്ടർ ഗ്രൂപ്പ് എടുത്താൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ ഗ്രൂപ്പ് ആയിട്ട് പരസ്പരം ഐസോമോർഫിക് ആണ്. അങ്ങനെ ഈ കളക്ഷൻ തമ്മിൽ ഒരു 1:1 കറസ്പോണ്ടൻസ് നമുക്ക് പറയാൻ പറ്റിയാൽ ആ കറസ്പോണ്ടിങ് സബ് നോർമൽ സീരീസ് നമ്മൾ എന്താണെന്ന് പറയും? ഐസോമോർഫിക് ആണെന്ന് പറയും. ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. രണ്ട് സബ് നോർമൽ സീരീസ് എടുത്തു. ഇത് പരസ്പരം ഐസോമോർഫിക് ആണോ എന്നുള്ളത് അറിയണം. ഈ സബ് നോർമൽ സീരീസ് ഐസോമോർഫിക് ആണോ എന്ന് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ പറഞ്ഞ പോലെ ഫാക്ടർ ഗ്രൂപ്പ്സ് എടുക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ഫാക്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ 5. ഇതിന്റെ ആദ്യത്തെ ഫാക്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 4 0. ഇത് ഐസോമോർഫിക് ടു എന്താണ്? ഈ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 5 തന്നെയാണ്. ഈ 5 എന്ന് പറയുന്നതിന്റെ അത് എത്ര എലമെന്റ്സ് ഉണ്ട്? 0 5 10. 3 എലമെന്റ്സ് ഉണ്ട്. 3 എലമെന്റ്സ് ഉള്ളതെല്ലാം എപ്പോഴും ഐസോമോർഫിക് ടു Z3 ആണ്. ഇനി അടുത്ത എന്താ വരിക? Z15 ബാർ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 5. ഇതില് എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ഉണ്ട്. ഇതിൽ 15 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഫാക്ടർ ഗ്രൂപ്പിൽ എത്ര? 5 എലമെന്റ്സ് ഉണ്ട്. 5 എലമെന്റ്സ് ഉള്ളത് ഐസോമോർഫിക് ടു Z5 ആണ്.
ഇതില് നെക്സ്റ്റ് Z15 bar 5 ആണ്. അത് ഐസോമോർഫിക് ടു Z5 ആണെന്നുള്ളത്. ഇതുപോലെ ഇനി നമ്മൾ അടുത്തതിൽ നോക്കാൻ പോവാണ് 0 ഉം 3. അപ്പൊ ആദ്യത്തെ സെറ്റിന്റെ ഫാക്ടർ ഗ്രൂപ്പ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. 3 bar 0. ഇത് ഐസോമോർഫിക് ടു സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3 തന്നെയാണ്. 3ൽ എത്ര പേരുണ്ട്? 0, 3, 6, 9, 12. 5 പേരുണ്ട്. 5 പേരുള്ളത് ഐസോമോർഫിക് ടു Z5 ആണ്. ഇനി അടുത്ത Z15 bar 3 ആണ്. Z15 bar സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3. ഇത് ഐസോമോർഫിക് ടു എന്തായിരിക്കും? 15ല് 5 എലമെന്റ്സ്, ഇതില് 15 എലമെന്റ്സ്, ഇതില് 5 എലമെന്റ്സ്. അപ്പൊ മൊത്തം 3 എലമെന്റ്സ്. നോക്കിയേ, ഇവിടുത്തെ Z3 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു Z3 ഉണ്ട്, അതുപോലെ ഇവിടുത്തെ Z5 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ Z5 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഈ രണ്ട് സബ്നോർമൽ സീരീസും ഐസോമോർഫിക് ആണ് പറയാം. നെക്സ്റ്റ് നമുക്ക് ഷ്രയർ തിയറം, അതിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഈ ഷ്രയർ തിയറം പറയുന്നത് ഏതെങ്കിലും രണ്ട് സബ്നോർമൽ സീരീസ് എടുത്തു കഴിഞ്ഞാൽ, ഓഫ് സെയിം ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ഡിഫറെന്റ് റിഫൈൻമെന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ദോസ് റിഫൈൻമെന്റ്സ് ആർ ഐസോമോർഫിക്. അങ്ങനെയുള്ള രണ്ട് റിഫൈൻമെന്റ്സ് കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ, നമുക്ക് ഇതിന്റെ പ്രൂഫ് ഒന്നും പഠിക്കാനില്ല, ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഇതൊരു സബ്നോർമൽ സീരീസ് ആണ്. ഇത് വേറെ ഒരു സബ്നോർമൽ സീരീസ് ആണ്. 1ഉം 2. ഈ ആദ്യത്തെ സബ്നോർമൽ സീരീസിന്റെ ഒരു റിഫൈൻമെന്റ് ആണ് ഈ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത് റിഫൈൻമെന്റ് ആണ്. അത് രണ്ടാമത്തെ റിഫൈൻമെന്റ് ആണ് ഈ രണ്ടാമത്തെ ഈ കൊടുത്തിരിക്കുന്നത്. ഇവര് തമ്മിൽ ഐസോമോർഫിക് ആണോ നമ്മൾ വെറുതെ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവരുടെ ഫാക്ടർ ഗ്രൂപ്പ്സ് നോക്കുകയാണ്. 72Z⁻0 അതാണ് ആദ്യത്തെ ഫാക്ടർ. അത് ഐസോമോർഫിക് ടു 72Z. 8Z⁻72Z. ഇതിന്റെ കറസ്പോണ്ടിങ് ഐസോമോർഫിസം കാണാൻ 8നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 72 ഉണ്ട്? 9 കൊണ്ട്. ദിസ് ഈസ് ഐസോമോർഫിക് ടു Z9. ഇനി 4Z⁻8Z. 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. 8Z. അപ്പോഴത്തേക്ക് ഇത് Z2 ഐസോമോർഫിക് ടു Z2. അതുപോലെ Z⁻4Z ഐസോമോർഫിക് ടു Z4. അപ്പൊ ആദ്യത്തെ സെറ്റിന്റെ ഫാക്ടർ ഗ്രൂപ്പ്സ് കിട്ടി. ഇനി രണ്ടാമത്തെ സെറ്റ് റിഫൈൻമെന്റിന്റെ ഫാക്ടർ ഗ്രൂപ്പ്സ് 72Z⁻0. അത് ഐസോമോർഫിക് ടു 72Z. 18Z⁻72Z. 18Z⁻72Z ആണ്. ഇത് ഐസോമോർഫിക്. 18നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ Z4 ആണ്. ഇനി ഇവിടെ 9Z⁻18Z. ഇത് ഐസോമോർഫിക് ടു Z2 ആണ്. Z⁻9Z ഐസോമോർഫിക് ടു Z9. ഇവിടെ നോക്കി, ഇവിടുത്തെ 72Z ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടുത്തെ Z9 ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ ഇവിടുത്തെ Z2 ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടുത്തെ Z4 ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് റിഫൈൻമെന്റ്സും ഐസോമോർഫിക് ആണ്. അപ്പൊ രണ്ട് ഡിഫറെന്റ് സീരീസ് ആണ് നമ്മൾ എടുത്ത. ആ സീരീസിന് നമുക്ക് രണ്ട് ഡിഫറെന്റ് റിഫൈൻമെന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റി, സച്ച് ദാറ്റ് ദേ ആർ ഐസോമോർഫിക്. ഇതാണ് ഷ്രയർ തിയറം പറയുന്നത്. ഇനി അടുത്തത് സാസൻഹോസ് ലെമ്മയാണ്, അല്ലെ ബട്ടർഫ്ലൈ ലെമ്മ. ബട്ടർഫ്ലൈ ലെമ്മ പറയുന്നത് നോക്കാം. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. എച്ചും കെയും സബ് ഗ്രൂപ്പ്സ് ഓഫ് എ ഗ്രൂപ്പ് ജി ആണ്. ആ ഫിഗറിൽ കൂടെ മനസ്സിലാക്കുക ഒന്നുകൂടെ എളുപ്പം. എച്ചും കെയും സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി ആണ്. H സ്റ്റാറും K സ്റ്റാറും നോർമൽ സബ് നോർമൽ സബ് ഗ്രൂപ്പ്സ് ഓഫ് H ആൻഡ് K ആണ്. ജിയുടെ അല്ല, എച്ചിന്റെ നോർമൽ സബ് ഗ്രൂപ്പ് ആണ് H സ്റ്റാർ, കെയുടെ നോർമൽ സബ് ഗ്രൂപ്പ് ആണ് K സ്റ്റാർ. അങ്ങനെയാണെങ്കിൽ H സ്റ്റാർ ഇൻറ്റു H ഇന്റർസെക്ഷൻ K സ്റ്റാർ ഇസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് H സ്റ്റാർ H ഇന്റർസെക്ഷൻ K. അപ്പൊ ഇത് ഓരോന്നും നമുക്ക് നോക്കാം. H സ്റ്റാർ H ഇന്റർസെക്ഷൻ K ഇതാണ്. എച്ചിന്റെയും കെയുടെയും ഇന്റർസെക്ഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതാണ് K സ്റ്റാർ ഇൻറ്റു H ഇന്റർസെക്ഷൻ K. എച്ചിന്റെ നോർമൽ സബ് ഗ്രൂപ്പ് ആണ് H സ്റ്റാർ. ഇതിന്റെ മൾട്ടിപ്ലൈഡ് ബൈ H ഇന്റർസെക്ഷൻ K ആണിത്. അതുപോലെ ഈ H ഇന്റർസെക്ഷൻ K മൾട്ടിപ്ലൈഡ് ബൈ ഈ K സ്റ്റാർ ആണ് ഈ K സ്റ്റാർ H ഇന്റർസെക്ഷൻ. ഇത് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് H സ്റ്റാർ H ഇന്റർസെക്ഷൻ K ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത്? H സ്റ്റാർ H ഇന്റർസെക്ഷൻ K സ്റ്റാർ. ഈ സ്റ്റാറുകൾ എവിടെയാ വരുന്നത് ശ്രദ്ധിച്ചോണേ. H സ്റ്റാർ H ഇന്റർസെക്ഷൻ K സ്റ്റാർ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ദിസ് H സ്റ്റാർ H ഇന്റർസെക്ഷൻ K. ഇനി K സ്റ്റാറിന്റെ സബ് ഗ്രൂപ്പ് ഏതായിട്ടാ വരിക? K സ്റ്റാർ H സ്റ്റാർ ഇന്റർസെക്ഷൻ K. ഇനി അതുപോലെ H സ്റ്റാർ H ഇന്റർസെക്ഷൻ K ബാർ H star H intersection K star is isomorphic to K star. ഇതിന്റെ കറസ്പോണ്ടിങ് ഫാക്ടർ ഗ്രൂപ്പ് പോലെ എഴുതിയിരിക്കുന്നു.
ഇവര് ഇതിനോട് ഐസോമോർഫിക് ആയിരിക്കും. അതായത് എച്ച് സ്റ്റാർ എച്ച് ഇന്റർസെക്ഷൻ കെ ബാർ, എച്ച് സ്റ്റാർ എച്ച് ഇന്റർസെക്ഷൻ കെ സ്റ്റാർ, ഇതെല്ലാം പരസ്പരം നോർമൽ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫാക്ടർ ഗ്രൂപ്പ് പറയാം അല്ലെ? ഇതിന്റെ നോർമൽ സബ് ഗ്രൂപ്പ് ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എച്ച് സ്റ്റാർ എച്ച് ഇന്റർസെക്ഷൻ കെ സ്റ്റാർ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ഇതാണ്. അപ്പൊ ഇതിന്റെ ഫാക്ടർ ഗ്രൂപ്പ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഫാക്ടർ ഗ്രൂപ്പ്, ഇതിന്റെ കറസ്പോണ്ടിങ് രണ്ട് ഫാക്ടർ പരസ്പരം ഐസോമോർഫിക് ആണ്. എന്നിട്ട് ഇത് രണ്ടും ഐസോമോർഫിക് ടു ഏതാണ്? എച്ച് ഇന്റർസെക്ഷൻ ബാർ എച്ച് സ്റ്റാർ ഇന്റർസെക്ഷൻ കെ ഇൻറ്റു എച്ച് ഇന്റർസെക്ഷൻ കെ സ്റ്റാർ. ഇതാണ് ബട്ടർഫ്ലൈ ലംബം. ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. രണ്ട് സബ്നോർമൽ സീരീസ് ഓഫ് എ ഗ്രൂപ്പ് ജി ഹാവ് ഐസോമോർഫിക് റിഫൈൻഡേഴ്സ്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ വഴി ചെയ്യുന്നതാണ്. ഇതാണ് ഷ്രയർ തിയറം. സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ നമ്മൾ ജോർദാൻ ഹോൾഡർ തിയറം ആണ് പറയുന്നത്. അതിന് മുമ്പ് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഒരു സബ്നോർമൽ സീരീസ് എപ്പോഴാണ് അതിനെ കോമ്പോസിഷൻ സീരീസ് എന്ന് വിളിക്കുക. നമുക്ക് സബ്നോർമൽ സീരീസിൽ നേരത്തെ നമ്മൾ ഫാക്ടർ ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്നത് കണ്ടു. എച്ച് ഐ പ്ലസ് വൺ ബാർ എച്ച് ഐ, അതിൽ ഈ എച്ച് ഐ ബാർ പ്ലസ് എച്ച് ഐ പ്ലസ് വൺ ബാർ എച്ച് ഐ സിമ്പിൾ ആണെങ്കിൽ ആ സബ്നോർമൽ സീരീസിനെ കോമ്പോസിഷൻ സീരീസ് എന്ന് പറഞ്ഞ് വിളിക്കും. ഈ ഒരു നോർമൽ സീരീസിലെ ഫാക്ടർ ഗ്രൂപ്പ് സിമ്പിൾ ആണെങ്കിൽ അതിനെ പ്രിൻസിപ്പൽ ഓർ ചീഫ് സീരീസ് എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ ഈ പേര് ഒന്ന് ശ്രദ്ധിച്ചോളുക. സബ്നോർമൽ സീരീസിലെ എല്ലാ ഫാക്ടർ ഗ്രൂപ്പും സിമ്പിൾ ആണെങ്കിൽ നമ്മൾ അതിനെ കോമ്പോസിഷൻ സീരീസ് എന്ന് വിളിക്കും. നോർമൽ സീരീസിലെ എല്ലാ സീരീസ് ഫാക്ടർ ഗ്രൂപ്പും സിമ്പിൾ ആണെങ്കിൽ അതിനെ പ്രിൻസിപ്പൽ ഓർ ചീഫ് സീരീസ് എന്ന് വിളിക്കും. ഇനി ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇവിടെ അതിനു മുമ്പ് പറയുന്നുണ്ട്, അബീലിയൻ ഗ്രൂപ്പ്സിൽ നമുക്കറിയാം സബ്നോർമൽ സീരീസ് നോർമൽ സീരീസ് എല്ലാം കോയിൻസൈഡ് ചെയ്യും. അതുകൊണ്ട് അവിടെ നോർമൽ സീരീസ് സബ്നോർമൽ സീരീസ് പ്രിൻസിപ്പൽ സീരീസ് അല്ലെ കോമ്പോസിഷൻ സീരീസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് കേട്ടോ, അതിൽ വ്യത്യാസമൊന്നുമില്ല. എക്സാമ്പിൾ പറയാൻ പോകുന്നത് നമ്മളുടെ സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ that has no composition and also no principal series എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. സെഡിന് കോമ്പോസിഷൻ സീരീസും ഇല്ല, പ്രിൻസിപ്പൽ സീരീസും ഇല്ല. സെഡ് ഓൾറെഡി അബീലിയൻ ആണ്. അബീലിയൻ ആവുമ്പം എല്ലാ കോമ്പോസിഷൻ സീരീസും പ്രിൻസിപ്പൽ സീരീസും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് സെഡിന് എന്തുണ്ട്, ഒരു സബ്നോർമൽ സീരീസ് ഉണ്ട്, അതിന്റെ ഫോം ഇതാണെന്ന് വിചാരിക്കുക. സബ്നോർമൽ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈച്ച് എച്ച് ഐ ഈസ് നോർമൽ ഇൻ എച്ച് ഐ പ്ലസ് വൺ എന്ന് പറയുന്നതാണ് സബ്നോർമൽ സീരീസ്. അപ്പോൾ അത് എച്ച് നോട്ട് ലെസ് ദാൻ എച്ച് വൺ ലെസ് ദാൻ എച്ച് എൻ മൈനസ് വൺ ലെസ് ദാൻ എച്ച് എൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ എച്ച് വൺ മസ്റ്റ് ബി ഓഫ് ദ ഫോം ആർ ഇസഡ് ആയിരിക്കണം ഫോർ സം ആർ എൻ ഇസഡ് പ്ലസ്. അതായത് നമുക്കറിയാം ഈ ഇസഡിന്റെ സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഈസ് ഓഫ് ദ ഫോം എന്താണ്, എൻ ഇസഡ് ആണ്. ഇതിന്റെ സബ് ഗ്രൂപ്പ്സ് എല്ലാം ഈ ഫോമിലുള്ളതാണ്, എൻ ഇസഡ് ഫോമിലുള്ള. അപ്പൊ ഇതില് എല്ലാ സബ് ഗ്രൂപ്പ്സും എൻ ഇസഡ്. അപ്പൊ അതിന് എന്നിന് പകരമാണ് ഇവിടെ ആർന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, ആർ ഇസഡ് ഫോമിലാണ്. But H1 bar H0 is isomorphic to RZ, which is infinite cyclic group with many non-trivial proper normal subgroups, for example 2RZ. അപ്പോൾ ഈ H1 bar H0 എന്ന് പറയുന്നത് ഈ ഐസോമോർഫിക് ടു RZ ആണല്ലേ. ആദ്യത്തെ തന്നെ H1 bar H0 എന്ന് പറയുന്നത് ഈ ഐസോമോർഫിക് ടു H1 ഏതോ ഒരു RZ ആണ്. H0 എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. അപ്പൊ ദിസ് ഈസ് ഐസോമോർഫിക് ടു H1 തന്നെയാണ്. അപ്പൊ H1 RZ ആയതുകൊണ്ട് ഇത് RZ ഫോമിലിരിക്കും ആദ്യത്തെ തന്നെ ഫാക്ടർ ഗ്രൂപ്പ്. അപ്പൊ ആ ഫസ്റ്റ് കേസിൽ തന്നെ എന്തായി, ഈ RZ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും സിമ്പിൾ ആവുമോ? സിമ്പിൾ ആകണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഈ RZന്റെ അകത്ത് ഏതുണ്ട്, RZന്റെ അകത്ത് 2RZ ഉണ്ട്. 2RZ ഈസ് കണ്ടെയ്ൻഡ് RZ. അപ്പൊ ഇത് ഇതിന്റെ 2RZ ഇതിന്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഒരിക്കലും ഈ RZ എന്ന് പറയുന്നത് സിമ്പിൾ ഗ്രൂപ്പ് ആവില്ല. അപ്പൊ ആ കേസിൽ എന്തുണ്ടാവില്ല, ഫസ്റ്റ് ഇതിൽ തന്നെ H1 bar H0 തന്നെ നമുക്ക് അതിൽ നിന്ന് സിമ്പിൾ അല്ല എന്ന് കിട്ടി. എല്ലാം സിമ്പിൾ ആയാലേ നമുക്ക് എന്താ ഇതിനെ ഒരു പ്രിൻസിപ്പൽ സീരീസ് എന്നോ അല്ലെ കോമ്പോസിഷൻ സീരീസ് എന്നോ വിളിക്കാൻ പറ്റുള്ളൂ.
അപ്പൊ therefore എന്താണ് ഇസഡിന് ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോമ്പോസിഷൻ സീരീസ് ഇല്ല എന്ന് നമുക്ക് പറയാം. ഇനി ഒരു സീരീസ് എക്സാമ്പിൾ അടുത്തത് E less than AN less than SN ഐഡന്റിറ്റി AN ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് നമുക്കറിയാം 4n greater than or equal to 5 AN സിമ്പിൾ ആണെന്നറിയാം. അതൊരു കോമ്പോസിഷൻ സീരീസ് ആൻഡ് ഓൾസോ എ പ്രിൻസിപ്പൽ സീരീസ് ഓഫ് SN ആണെന്ന് പറയുന്നു. കാരണം ഈ AN ബാർ E എന്ന് പറയുന്ന ഐസോമോർഫിക് ടു AN ആണ്, അത് സിമ്പിൾ ആണ്. ഇനി SN ബാർ AN, SN ബാർ AN ന്റെ ഇൻഡെക്സ് എന്തായിരിക്കും? SN ഇൻഡെക്സ് AN എന്ന് പറയുന്നത് that is equal to 2 ആണ് അല്ലെ? അപ്പൊ SN ബാർ AN എന്ന് പറയുന്ന ഈ ഐസോമോർഫിക് ടു Z2 ആണ്. അപ്പൊ this is isomorphic to Z2 ആയതുകൊണ്ട് Z2 നമുക്കറിയാം അതൊരു സിമ്പിൾ ഗ്രൂപ്പാണ്. ഇനി അതുകൊണ്ട് E less than AN less than SN എന്താണ്? ഈ ഓരോ കറസ്പോണ്ടിങ് സീരീസും നമുക്കറിയാം that is സിമ്പിൾ ആണ്, ഫാക്ടർ ഗ്രൂപ്പ് എല്ലാം സിമ്പിൾ ആണ്, therefore അതൊരു കോമ്പോസിഷൻ സീരീസ് ആണ്. This is also a principal series of SN കാരണം AN എന്ന് പറയുന്നത് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് SN ആണെന്നറിയാം. അപ്പൊ ഈ സീരീസ് ഒരു സബ് നോർമൽ സീരീസും ആണ്, നോർമൽ സീരീസും ആണ്. അതൊന്ന് ചെക്ക് ചെയ്തോട്ടോ എങ്ങനെയാണ്. സബ് നോർമൽ സീരീസ് എന്ന് പറയണമെങ്കിൽ ഈ AN സിമ്പിൾ ആയിരിക്കണം, AN SN സിമ്പിൾ ആയിരിക്കണം. അങ്ങനെയാണ് സബ് നോർമൽ സീരീസ്. നോർമൽ സീരീസ് ആവണം ഇയും ANഉം എല്ലാം നോർമൽ സബ് ഗ്രൂപ്പ്സ് ഓഫ് SN ആണ്, അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രിൻസിപ്പൽ സബ് നോർമൽ പ്ലസ് നോർമൽ സീരീസ് രണ്ടുമാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞത് കോമ്പോസിഷൻ സീരീസും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സീരീസും. ഇനി വേറൊരു എക്സാമ്പിൾ 0 ലെസ് ദാൻ സബ് ഗ്രൂപ്പ് ജനറേറ്റർ 5 ലെസ് ദാൻ Z15. ഇതും ഒരു കോമ്പോസിഷൻ സീരീസ് ഓഫ് Z15 ആണ്. ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ചെക്ക് ചെയ്യുക, പറഞ്ഞത് ശരിയാണ്. ഇവിടെ കുറച്ച് ഒബ്സർവേഷൻസ് നമ്മൾ പറയാണ്. We know that HI plus 1 bar HI is simple if and only if HI is. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരു ഫാക്ടർ ഗ്രൂപ്പ് സിമ്പിൾ ആവണമെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് നോർമൽ സബ് ഗ്രൂപ്പ് HI എന്ന് പറയുന്നത് should be a maximal normal subgroup of HI plus 1 ആണ്. Thus for a composition series, each HI must be a maximal normal subgroup of HI plus 1. അപ്പൊ നമുക്കൊരു കോമ്പോസിഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ അറിയാം, സബ് നോർമൽ സീരീസിനെ കോമ്പോസിഷൻ സീരീസ് ആക്കണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടർ ഗ്രൂപ്പ്സ് എല്ലാം സിമ്പിൾ ആയിരിക്കണം. ഈച്ച് HI must be a maximal normal subgroup of HI plus 1. So to form a composition series, അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഒരു കോമ്പോസിഷൻ സീരീസ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. We just hunt for a maximal normal subgroup HN minus 1 of G. അപ്പൊ നമുക്കറിയാം ഒരു സബ് നോർമൽ സീരീസ് നമ്മൾ എപ്പോഴും എഴുതുക H0 ലെസ് ദാൻ H1 ലെസ് ദാൻ HN മൈനസ് 1 ലെസ് ദാൻ HN ആണ് നമ്മളുടെ G. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് Gക്കകത്ത് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഒരു മാക്സിമൽ നോർമൽ സബ് ഗ്രൂപ്പ് നമ്മൾ പറയുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഒരു മാക്സിമൽ നോർമൽ സബ് ഗ്രൂപ്പ് ഫോർ HN മൈനസ് 1 ഓഫ് Gക്കകത്ത് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു മാക്സിമൽ, എല്ലാം Gക്കകത്ത് കണ്ടെയ്ൻഡ് ആണ്, എന്നാലും അതിൻ്റെ അകത്ത് ഉള്ളതിൽ ഏറ്റവും വലിയൊരു മാക്സിമൽ നോർമൽ സബ് ഗ്രൂപ്പ് എടുത്തു, അതിന് HN മൈനസ് 1 എന്ന് പറഞ്ഞു. ഇനി Gയുടെ സ്ഥാനത്ത് നമ്മൾ HN മൈനസ് 1 എടുക്കാൻ പോകും. ഈ HN മൈനസ് 1ൻ്റെ അകത്ത് അപ്പൊ Gക്കകത്ത് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു HN മൈനസ് 1 എടുത്തു മാക്സിമൽ നോർമൽ സബ്. ഇനി HN മൈനസ് 1ൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള മാക്സിമൽ നോർമൽ സബ് ഗ്രൂപ്പ് എടുത്തു, അതിന് HN മൈനസ് 2 എന്ന് വിളിച്ചു. ഇങ്ങനെ നമ്മൾ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോമ്പോസിഷൻ സീരീസ് കിട്ടും. കാരണം മാക്സിമൽ എടുത്തു കഴിയുമ്പോൾ ഫാക്ടർ ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കലി നേരത്തെ തിയറം വെച്ച് സിമ്പിൾ ആയിക്കോളും. ഇനി പ്രിൻസിപ്പൽ സീരീസ് ഫോം ചെയ്യണമെങ്കിൽ എന്താണ്? അപ്പൊ ഇത് നമ്മൾ ചെയ്തത് എന്താണ്? ഇതൊരു കോമ്പോസിഷൻ സീരീസ് ഉണ്ടാക്കാനാണ് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തത്. ഇനി പ്രിൻസിപ്പൽ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? നമുക്ക് പ്രിൻസിപ്പൽ സീരീസ് എന്ന് പറയുമ്പോൾ ആ സീരീസിലെ ഓരോ സബ് ഗ്രൂപ്പും എന്താവണം? ദാറ്റ് ഷുഡ് ബി എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് G ആയിരിക്കണം. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന, ഇവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എങ്ങനെയാ, Gക്കകത്ത് മാക്സിമൽ നോർമൽ സബ് ഗ്രൂപ്പ് എടുത്തു HN മൈനസ് 1. ഈ HN മൈനസ് 1ൻ്റെ അകത്തെ മാക്സിമൽ, ഈ HN മൈനസ് 2 നോർമൽ ഇൻ G ആവണമെന്ന് നിർബന്ധമില്ല, മനസ്സിലായി? HN മൈനസ് 2 നോർമൽ ഇൻ HN മൈനസ് 1 ആയാൽ മതി. ബട്ട് നമ്മൾ പ്രിൻസിപ്പൽ സീരീസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത്?
ഈ പറഞ്ഞ പോലെ തന്നെ ജിക്കകത്തെ മാക്സിമൽ നോർമൽ സബ് ഗ്രൂപ്പ് എടുത്തു HN-1. ഈ HN-1ന്റെ അകത്തെ മാക്സിമൽ നോർമൽ സബ് ഗ്രൂപ്പ് എടുത്തു. അത് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് HN-1 മാത്രമല്ല ജിയുടെയും നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ we have to hunt for a maximal normal subgroup HN-1 of G, then for a maximal normal subgroup of HN-1 that is also normal in G യും കൂടി ആയിരിക്കണം. നേരത്തെ നമുക്ക് HN-2 നോർമൽ HN-1 മാത്രം നോർമൽ ആയിട്ടുള്ളത് മതിയായിരുന്നു. ഇവിടെ എന്താണ്, we have to hunt for a maximal normal subgroup HN-2 of HN-1 that is also normal in G. അപ്പൊ ആ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ജസ്റ്റ് പറഞ്ഞതാണ്. ഇനി ജോർദാൻ ഹോൾഡർ തിയറം പറയുന്നത് any two composition series of a group G are isomorphic. അപ്പൊ നേരത്തെ നമ്മൾ ഷ്രെയർ തിയറം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും രണ്ട് ഡിഫറെന്റ് സബ്നോർമൽ സീരീസ് എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് റിഫൈൻമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യും such that they are isomorphic. ഇവിടെ നമ്മൾ പറയുന്ന any two composition അല്ലെ പ്രിൻസിപ്പൽ സീരീസ് ഓഫ് എ ഗ്രൂപ്പ് G are isomorphic. ഏത് രണ്ട് കോമ്പോസിഷൻ സീരീസ് അല്ലെ പ്രിൻസിപ്പൽ സീരീസ് എടുത്തു കഴിഞ്ഞാലും അവര് സെയിം ഗ്രൂപ്പിന്റെ അടുത്ത് അവർ ഐസോമോർഫിക്. അപ്പോൾ ലെറ്റ് HI and KI be two composition or principal series of G. By Schreier theorem എന്താണ്, ഇവർക്ക് രണ്ട് എന്താണ് ഈ കോമ്പോസിഷൻ സീരീസ് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും, സബ് നോർമൽ സീരീസ് ആയിരിക്കും. പ്രിൻസിപ്പൽ സീരീസ് എന്ന് പറഞ്ഞാൽ നോർമൽ സീരീസ് ആയിരിക്കും. ഇപ്പൊ ഒരു കോമ്പോസിഷൻ സീരീസ് ആണ് HI യും KI എന്ന് പറഞ്ഞാൽ they are സബ് നോർമൽ സീരീസ് ഓൾസോ. അപ്പൊ ഇത് രണ്ട് ഡിഫറെന്റ് സബ് നോർമൽ സീരീസ് ആണ്. ഷ്രെയർ തിയറം വെച്ച് രണ്ട് ഡിഫറെന്റ് സബ് നോർമൽ സീരീസിന് ഐസോമോർഫിക് റിഫൈൻമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ but since all factor groups are already simple, neither series has any further refinement. അപ്പൊ നമുക്കറിയാം ഓൾറെഡി ഈ കോമ്പോസിഷൻ സീരീസിലുള്ള ഇവർക്ക് എന്താ ഫർദർ റിഫൈൻമെന്റ്സ് ഇല്ല. കാരണം ഒന്നിന്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന മാക്സിമൽ നോർമൽ സബ് ഗ്രൂപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് മാക്സിമൽ നോർമൽ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ ഐസോമോർഫിക് റിഫൈൻമെന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ഇത് തന്നെയായിരിക്കും. അതിന് ഫർദർ നമുക്ക് റിഫൈൻമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. Therefore, all factor groups are already simple. Neither series has any further refinement. വേറെ further refinement ഇല്ല. അതിനെ contain ചെയ്യുന്ന അല്ലെ, നമ്മൾ സാധാരണ റിഫൈൻമെന്റ് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇപ്പൊ ഈ 2Z 0 less than 2Z less than Z, ഇതിന് റിഫൈൻമെന്റ് എങ്ങനെയാ ഉണ്ടാക്കുന്നത് അല്ലെ, 4Z less than 2Z less than, ഇതിന് റിഫൈൻമെന്റ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഇതിനെ 8Z less than 4Z less than 2Z less than Z എന്ന് പറഞ്ഞു. അപ്പൊ റിഫൈൻമെന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ 2Z നെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ 4Z നെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരാളെ നമ്മൾ ഇതിന്റെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ബട്ട് ഇവിടെ ഇത് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോമ്പോസിഷൻ സീരീസ് എന്ന് പറയുമ്പം ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇത് മാക്സിമൽ ആണ്, മാക്സിമം നോർമൽ സബ് ഗ്രൂപ്പ് ഇൻസൈഡ് ആണ്. അപ്പം അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇത് ഓൾറെഡി ഫർദർ റിഫൈൻമെന്റ്സ് പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഇത് തന്നെയാണ് ഇതിന്റെ റിഫൈൻമെന്റ്സ്. മനസ്സിലായോ? ഫർദർ റിഫൈൻമെന്റ്സ് ഇതിന് കണ്ടുപിടിക്കാൻ പറ്റില്ല if that is a composition or principal series. Therefore HI and KI must be isomorphic. അപ്പൊ ശരിക്കും ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പിന് നമ്മൾ ഈ കോമ്പോസിഷൻ സീരീസ് നമ്മളൊരു നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യൂലേ, നമ്മൾ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് ശരിക്കും ഈ ഗ്രൂപ്പിന് ഫാക്ടറൈസേഷൻ കൊടുക്കുന്ന ആ കൺസെപ്റ്റിനോട് സിമിലർ ആണ് ഈ പ്രിൻസിപ്പിൾ അല്ലെ കോമ്പോസിഷൻ സീരീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ദിസ് ഈസ് അനലോഗസ് ടു ദ ഫാക്ടറൈസേഷൻ ഓഫ് എ പോസിറ്റീവ് ഇന്റിജർ ഇൻടു പ്രൈംസ്. ഇൻ ബോത്ത് കേസസ് ഫാക്ടറൈസേഷൻ ഈസ് യുണീക് അപ് ടു ഓർഡർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പൊ അത് രണ്ട് കേസിലും സെയിം തന്നെയാണ്, യുണീക് അപ് ടു ഓർഡർ ഓഫ് ഫാക്ടേഴ്സ്. അതായത് നമ്മൾ ഫാക്ടേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എഴുതിയാലും എന്താണ് സെയിം നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അതേ വ്യത്യാസമേ ഈ പറയുന്ന റിഫൈൻമെന്റ്സ് അല്ലെ കോമ്പോസിഷൻ സീരീസിനുള്ളൂ. ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളൊരു ഇന്റിജറിനെ എടുത്തിട്ട് നമുക്ക് അതിന് പ്രൈം ഫാക്ടറൈസേഷൻ കൊടുക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ് ഗ്രൂപ്പിന്റെ കാര്യം. ഗ്രൂപ്പിന് ഒരു കോമ്പോസിഷൻ സീരീസ് എന്ന് പറയുന്ന ആ പ്രൈം ഫാക്ടറൈസേഷൻ പോലെയുള്ള ഒരു പ്രോസസ്സാണ്.
If G has a composition or principal series and if N is a proper normal subgroup of G, then there exists a composition or principal series containing N. ജിക്ക് ഒരു കോമ്പോസിഷൻ സീരീസ് ഉണ്ടെന്ന് വിചാരിക്കുക. N ഒരു പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. അങ്ങനെയാണ് ഉറപ്പായിട്ടും നമുക്ക് ഒരു കോമ്പോസിഷൻ സീരീസ് കണ്ടെയ്നിങ് N കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊരു കൺസ്ട്രക്റ്റീവ് പ്രൂഫ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ E എന്ന് പറയുന്ന ഐഡന്റിറ്റി ലെസ് ദാൻ N ലെസ് ദാൻ G. ഇതൊരു സബ്നോർമൽ സീരീസ് ആണ്. സബ്നോർമൽ ആൻഡ് നോർമൽ സീരീസ് ആണ്. നോക്കിയേ, സബ്നോർമൽ സീരീസ് എന്ന് പറഞ്ഞാൽ E ഷുഡ് ബി നോർമൽ ഇൻ N, N ഷുഡ് ബി നോർമൽ ഇൻ G. ഇനി നോർമൽ സീരീസ് എന്ന് പറഞ്ഞാൽ E, N all ഷുഡ് ബി നോർമൽ ഇൻ G. അപ്പൊ ഇത് ബോത്ത് ഒരു സബ്നോർമൽ ആൻഡ് നോർമൽ സീരീസ് ആണ്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ജിക്ക് എന്തുണ്ട്, ജിക്ക് ഓൾറെഡി ഒരു കോമ്പോസിഷൻ സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് HI ആണെന്ന് വിചാരിക്കുക. ഇതാണ് കോമ്പോസിഷൻ സീരീസ്. ഇനി നമുക്ക് ഷ്രെയർ തിയറം വെച്ചിട്ട് എന്ത് പറയാം? അപ്പൊ ഇതൊരു കോമ്പോസിഷൻ സീരീസ് എന്ന് പറയുമ്പോൾ ഇതൊരു സബ്നോർമൽ സീരീസ് ആണ്. ഇതൊരു സബ്നോർമൽ സീരീസ് ആണ്. ഇതും ഒരു സബ്നോർമൽ സീരീസ് ആണ്. അപ്പോൾ രണ്ട് ഡിഫറെന്റ് സബ്നോർമൽ സീരീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷ്രെയർ തിയറം വെച്ചിട്ട് പറയാം ഇതിനൊരു റിഫൈൻമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ ഇതിനും ഒരു റിഫൈൻമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് ആ റിഫൈൻമെന്റ്സ് ഐസോമോർഫിക് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് കോമ്പോസിഷൻ സീരീസിന് ഫർദർ റിഫൈൻമെന്റ് ഉണ്ടോ? ഇല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. കോമ്പോസിഷൻ സീരീസിന്റെ റിഫൈൻമെന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഫർദർ അതിനെ നമുക്ക് വേറൊന്നിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ, എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പൊ ഈ HI എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന്റെ റിഫൈൻമെന്റ്. അപ്പൊ ഇതിനൊരു റിഫൈൻമെന്റ് ഉണ്ട്, ഇതിനൊരു റിഫൈൻമെന്റ് ഉണ്ട്. ആ റിഫൈൻമെന്റ് HIയുടെ റിഫൈൻമെന്റ് ഇത് തന്നെയാണ്. അപ്പൊ ആ റിഫൈൻമെന്റും ഇതിന്റെ റിഫൈൻമെന്റും സെയിം ഐസോമോർഫിക് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഐസോമോർഫിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താണ്, E less than N less than G can be refined to a subnormal series of whose factor groups are simple, that is to a composition series containing N. അപ്പൊ ഇതിന്റെ റിഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. So similar argument holds if we start with the principal series Kj of G. ഇത് നേരത്തെ, അപ്പൊ ഇത് രണ്ടും ഈ റിഫൈൻമെന്റിന്റെ അകത്ത് ഈ ഇതിന്റെ റിഫൈൻമെന്റും ഇത് HIയും ഐസോമോർഫിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താണ്, ഈ റിഫൈൻമെന്റിന്റെ അകത്ത് എന്ത് വരുന്നുണ്ട്, നമ്മളുടെ Nഉം കണ്ടെയ്ൻഡ് ആണ്. കാരണം എന്താണ്, N bar E എന്ന് പറയുന്നത് ഈസ് ഐസോമോർഫിക് ടു N തന്നെയാണ്. അപ്പൊ നമുക്കറിയാം ഇതൊരു കോമ്പോസിഷൻ സീരീസ് ആണ് അല്ലെ. ഈ കോമ്പോസിഷൻ സീരീസ് എന്ന് പറയുന്നത് അതിന് ഫർദർ റിഫൈൻമെന്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ E less than N less than G യെ നമുക്ക് ഫർദർ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഇതിനോട് ഐസോമോർഫിക് ആവണമല്ലോ ആ ഫർദർ കിട്ടാൻ പോണ ഇതിന്റെ റിഫൈൻമെന്റ് ഇതിനോട് ഐസോമോർഫിക് ആവണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ ഫാക്ടർ ഗ്രൂപ്പ്സ് ഓൾറെഡി ഇതിന്റെ ഫാക്ടർ ഗ്രൂപ്പ്സ് സിമ്പിൾ ആണ്. അപ്പൊ ഈ E less than N less than G എന്ന് പറയുന്ന അതിന്റെ റിഫൈൻമെന്റിന്റെ ഫാക്ടർ ഗ്രൂപ്പ്സ് എന്തായേ പറ്റുള്ളൂ, സിമ്പിൾ ആയേ പറ്റുള്ളൂ. അപ്പൊ that is it contains a composition series containing N. അപ്പൊ നമുക്ക് ഇവിടെ അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്, there exists a composition series containing N എന്ന്. അപ്പൊ ആ കോമ്പോസിഷൻ സീരീസ് കണ്ടെയ്നിങ് N ആണ് ഇതിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള റിഫൈൻമെന്റ്. റീസണിങ് മനസ്സിലായല്ലോ അല്ലെ? ഇത്രയേ ഉള്ളൂ. ഈ HI എന്ന് പറയുന്ന കോമ്പോസിഷൻ സീരീസ് ആണ്. അപ്പൊ ഇതിന് ഫർദർ റിഫൈൻമെന്റ്സ് പറ്റില്ല. ഇനി ഷ്രെയർ തിയറം വെച്ച് ഇത് രണ്ടും സബ്നോർമൽ സീരീസ് ആയതുകൊണ്ട് ഇതിന് റിഫൈൻമെന്റ്സ് ഉണ്ടാവും, സച്ച് ദാറ്റ് ഇത് രണ്ടെണ്ണത്തിന്റെയും റിഫൈൻമെന്റ്സ് ഐസോമോർഫിക് ആണ്. അപ്പൊ HIയുടെ റിഫൈൻമെന്റ് ഇത് തന്നെയാണ്. അപ്പൊ ഇതിനൊരു റിഫൈൻമെന്റ് ഉണ്ടാവും. ആ റിഫൈൻമെന്റ് അകത്ത് ആരുണ്ടാവും? N ഉണ്ടാവും. അപ്പൊ ഓൾറെഡി ഈ എന്നിന് ആ റിഫൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഈ ലെസ് ദാൻ ആരെങ്കിലും വരും, ലെസ് ദാൻ സംതിങ് വരും, ലെസ് ദാൻ N ലെസ് ദാൻ സംതിങ്, ഇങ്ങനെ ആയിരിക്കും റിഫൈൻമെന്റ് വരും. അപ്പോൾ ഈ റിഫൈൻമെന്റ് നമ്മളുടെ HI ആയിട്ട് ഐസോമോർഫിക്. HI എന്ന് പറയുന്നത് എങ്ങനെയുള്ള കോമ്പോസിഷൻ സീരീസ് ആണ്. അപ്പൊ ഇതിന്റെ ഫാക്ടർ ഗ്രൂപ്പ്സ് സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഉറപ്പായിട്ടും ഇതിന്റെ ഫാക്ടർ ഗ്രൂപ്പ്സും സിമ്പിൾ ആയി പറ്റുള്ളൂ, കാരണം ഇവർ രണ്ടുപേരും ഐസോമോർഫിക് ആണ്. അപ്പൊ ഇത് എന്തായിട്ട് മാറും? ഇത് നാച്ചുറലി ഇതിനോട് ഐസോമോർഫിക് ആവുന്നതുകൊണ്ട് ഈ റിഫൈൻമെന്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഓൾസോ എ കോമ്പോസിഷൻ സീരീസ്. അപ്പോൾ there exists a composition series containing N എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഒരു എക്സാമ്പിൾ ആണ് Z4 ക്രോസ് Z9.
ഇത് കൺസിഡർ ചെയ്യുക. 0, 1 എന്ന് പറയുന്നത് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് Z4 ക്രോസ് Z9. നമുക്ക് ഓൾറെഡി അറിയാം അബീലിയൻ ആണെന്നറിയാം. 0, 1 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ്. 0, 1 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 9 എലമെന്റ്സ് ഉണ്ടാവും അല്ലെ? 0, 1 ജനറേറ്റ് ചെയ്യുന്നത്. കാരണം 1 9 നിന്നാണ് എടുക്കുന്നത്. അപ്പം 0, 1, 0, 2, 0, 3, 0, 4, 0, 5 അങ്ങനെ 0, 0 വരെ എത്തും. അപ്പം 9 എലമെന്റ്സ് ഉണ്ട്. ഇത് കാണിക്കേണ്ടത് ഈ 0, 0 ക്രോസ് 0, 3 ലെസ് ദാൻ, അത് ഈ ഇൻക്ലൂഷൻ ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. 0, 0 ഇതൊരു എലമെന്റ് ആണ് Z4 ക്രോസ് Z9 അവിടുത്തെ ഐഡന്റിറ്റി ആണ്. ഇത് ഐഡന്റിറ്റിയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ലെസ് ദാൻ 0, 3 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ്. ഈ രണ്ട് ചിഹ്നവും മാറിപ്പോകരുതേ. ഇത് കണ്ടെയ്ൻമെന്റ് ആണ് കാണിക്കുന്നത്. ഇത് കണ്ടെയ്ൻമെന്റ്. 0, 3 ഏത് സബ് ഗ്രൂപ്പിന്റെ അകത്തുണ്ട്? 0, 1 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിന്റെ അകത്തുണ്ട്. അത് കണ്ടെയ്ൻഡ് ഇൻ 0, 1. ഈ 0, 1 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് ഏതിന്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണ്? 2 ജനറേറ്റ് ചെയ്യുന്നത് ക്രോസ് 1 ജനറേറ്റ്. 2 ജനറേറ്റ് ചെയ്യുന്നതിന്റെ അകത്ത് ആരൊക്കെയുണ്ട്? ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? 0, 2 ഉണ്ട്. 1 ജനറേറ്റ് ചെയ്യുന്നതിന്റെ അകത്ത് ഹോൾ Z9 ഉണ്ട്. അപ്പൊ ഇത് 0, 2 ക്രോസ് Z9 വന്ന പോലെയാണ്. ദിസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ 1 ജനറേറ്റ് ചെയ്യുന്ന ക്രോസ് 1 ജനറേറ്റ് ചെയ്യുന്നത്. 1 ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് Z2 ആണ്. Z2 ഈ 1 ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് Z9 ആണ്. അപ്പൊ ഇതാണ് Z2 അല്ല, സോറി, Z4 ആണ്. Z4 ക്രോസ്. ഇത് ഈ കണ്ടെയ്ൻമെന്റ്, ദാറ്റ് ഈസ് എ കോമ്പോസിഷൻ സീരീസ് ഓഫ് Z4 ക്രോസ് Z9 കണ്ടെയ്നിങ് 0 ആണ്. അപ്പൊ 0, 1 നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് Z4 ക്രോസ് Z9 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോമ്പോസിഷൻ സീരീസ് ഓഫ് Z4 ക്രോസ് Z9 ആണ് കണ്ടെയ്നിങ് 0, 1. ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതെല്ലാം ഈ ഫാക്ടർ ഗ്രൂപ്പ്സ് എല്ലാം സിമ്പിൾ ആണെന്നുള്ളത് നോക്കാം. അതൊന്ന് വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. അതായത് 0, 3 ബാർ 0, 0 ഇത് സിമ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യുക. 0, 1 ബാർ 0, 3 ഇത് സിമ്പിൾ ആണ്. അതുപോലെ 2 ക്രോസ് 1 ബാർ 0, 1 ഇത് സിമ്പിൾ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി എന്താണ് ഒരു സോൾവബിൾ ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പ് സോൾവബിൾ ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ഇറ്റ് ഹാസ് എ കോമ്പോസിഷൻ സീരീസ് HI such that all factor groups HI plus 1 bar HI are abelian. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പോസിഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ HI plus 1 bar HI സിമ്പിൾ ആവുന്ന എല്ലാ HI plus 1 bar HI സിമ്പിൾ ആണെങ്കിൽ അതിനെ കോമ്പോസിഷൻ സീരീസ് വിളിക്കും. ആ കോമ്പോസിഷൻ സീരീസിൽ ഈ ഫാക്ടർ ഗ്രൂപ്പ് എല്ലാം അബീലിയൻ ആണെങ്കിൽ അതിനെ സോൾവബിൾ എന്ന് പറഞ്ഞ് വിളിക്കും. By Jordan-Holder theorem, for a solvable group, every composition series HI must have abelian factor groups. അപ്പോൾ ജോർദാൻ-ഹോൾഡർ തിയറം അനുസരിച്ച് ഒരു സോൾവബിൾ ഗ്രൂപ്പിന് every composition series HI must have abelian factor groups HI plus 1 bar HI ഉണ്ടാകും. ഇനി S3 സോൾവബിൾ ആണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. S3 is solvable because the composition series. അപ്പം ജോർദാൻ-ഹോൾഡർ തിയറം വെച്ച് ഏതൊരു സോൾവബിൾ ഗ്രൂപ്പിനും ഒരു കോമ്പോസിഷൻ സീരീസ് ഉണ്ടാവണം such that ആ composition every composition series HI must have abelian factor groups എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം കോമ്പോസിഷൻ സീരീസ് E ലെസ് ദാൻ A3 ലെസ് ദാൻ S3 അതൊരു കോമ്പോസിഷൻ സീരീസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഹാസ് ഫാക്ടർ ഗ്രൂപ്പ്സ്. ഏതൊക്കെയാ ഫാക്ടർ ഗ്രൂപ്പ്സ്? A3 ബാർ E അതുപോലെ S3 ബാർ A3. ഇത് രണ്ടും ഐസോമോർഫിക് ടു Z3 Z2 ഇത് അബീലിയൻ ആണ്. S5 is not solvable since the composition series. അപ്പോൾ സോൾവബിൾ എന്ന് പറയണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്കതിന് ഒരു കോമ്പോസിഷൻ സീരീസ് കണ്ടുപിടിക്കാൻ പറ്റണം. പല കോമ്പോസിഷൻ സീരീസ് ഒരു ഗ്രൂപ്പിനുണ്ടാവാം. പക്ഷെ നമുക്ക് ഒരു കോമ്പോസിഷൻ സീരീസ് അറ്റ്ലീസ്റ്റ് 1 എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റണം such that അതിന്റെ ഫാക്ടർ ഗ്രൂപ്പ്സ് അബീലിയൻ ആയിട്ട്. S5 not solvable ആണ് since the composition series 0 less than A5 less than S5 as a factor group. A5 bar E isomorphic to A5 and that is not abelian. A5 is the smallest group, that is not solvable. This is observation. A5 is the smallest group, that is not solvable. This fact is closely connected with the fact that a polynomial equation of degree 5 is not in general solvable by radicals but a polynomial. This we will see section ഡിഗ്രി ലെസ് ദാൻ 4. അപ്പോൾ ഇത് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഇത് ഈ ഭാഗം ജസ്റ്റ് ഈ ഭാഗം വരെ നിങ്ങൾ നോക്കിയാൽ മതി. ഇത് നമ്മൾ വേറൊരു സെക്ഷനിൽ പഠിക്കാൻ പോകണം. പോളിനോമിയൽസിന്റെ സൊല്യൂഷൻ ഒക്കെ വരുമ്പോഴേ നമുക്ക് ക്ലിയർ ആവും.
ഇനി എന്താണ് അസെൻഡിങ് സെൻട്രൽ സീരീസ് എന്ന് പറയുന്നത്? ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇസഡ് ഇൻ ജി ആണ്. നമ്മൾ നേരത്തെ കമ്മ്യൂട്ടേറ്റർ ഒക്കെ പഠിച്ചില്ലേ, ആ ഭാഗം പോലെ സെന്റർ ഓഫ് ജി എന്ന് പറയും ഇസഡ് ഓഫ് ജി. അതായത് ജിയിലെ എല്ലാ എലമെന്റ്സുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എലമെന്റ്സിന്റെ കളക്ഷൻ, ജിയിലെ എല്ലാ എലമെന്റ്സുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യണം. ഇസഡ് ജി ഈക്വൽ ടു ജി ഇസഡ് ഫോർ ഓൾ ജി ഇൻ ജി ആണെങ്കിൽ അത് ഇസഡ് സെന്റർ ഓഫ് ജിയിലെ എലമെന്റ് എന്ന് പറയും. കൺസിഡർ ജി ബാർ ഇസഡ് ജി. ഈ ഇസഡ് ജി അബീലിയൻ ആയിരിക്കും കേട്ടോ, ക്ലിയർലി. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും, കാരണം ഇതിന്റെ ജിയിലെ എല്ലാ എലമെന്റ്സും ഇപ്പോൾ ഇസഡ് 1, ഇസഡ് 2 എലമെന്റ് ഓഫ് ഇസഡ് ഓഫ് ജി ആണ്. ഇതൊരു സബ് ഗ്രൂപ്പ് ആണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം കേട്ടോ, സബ് ഗ്രൂപ്പ് ആണെന്നുള്ള. അപ്പൊ ഇസഡ് 1 ഇൻറ്റു ഇസഡ് 2 ക്ലിയർലി ഇസഡ് ഓഫ് ജിയിലായിരിക്കും, ഐഡന്റിറ്റി ഉണ്ടാവും. അതുപോലെ ഇതിന്റെ ഇൻവേഴ്സും ഇസഡ് ഓഫ് ജിയിൽ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. കൺസിഡർ ജി ബാർ ഇസഡ് ജി. ഇസഡ് ജി ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജിയും കൂടിയാണ്. ഇസഡ് ഓഫ് ജി ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. ഇതൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഫാക്ടർ ഗ്രൂപ്പ് പറയാം. അതിന്റെ സെന്റർ എടുത്തു. ഏത്? ഈ ഫാക്ടർ ഗ്രൂപ്പിന്റെ സെന്റർ ആണ് ഇസഡ് ഓഫ് ജി ബാർ ഇസഡ് ഓഫ് ജി. ഇതിനെ സെന്റർ എന്ന് വിളിക്കുന്നത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവണം അല്ലെ, ആ ഭാഗം സെന്റർ ഓഫ് എ ഗ്രൂപ്പ് എന്താന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി. ഗാമ എന്ന് പറയുന്ന ജിന്ന് ജി ബാർ ഇസഡ് ജിയിലേക്കുള്ള കനോണിക്കൽ മാപ്പ്. ഫാക്ടർ ഗ്രൂപ്പ് പറഞ്ഞാൽ നമുക്ക് കനോണിക്കൽ മാപ്പ് പറയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെന്റർ, ഇതിന്റെ ഈ ജി ബാർ ഇസഡ് ജിയുടെ സെന്റർ ആണ് ഇസഡ് ഓഫ് ജി ബാർ ഇസഡ് ജി. ഇതൊരു നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ബാർ ഇസഡ് ജി. ഇതിന്റെ ഗാമ ഇൻവേഴ്സ് എന്തായിരിക്കും? നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും. അതിനെ ഇസഡ് 1 ജി എന്ന് പറഞ്ഞു വിളിച്ചു. ദെൻ കൺസിഡർ, അപ്പൊ നമുക്ക് എന്താ പുതിയൊരു നോർമൽ സബ് ഗ്രൂപ്പ് കിട്ടി ഇസഡ് 1 ജി. അപ്പൊ ആ ജി ബാർ ഇസഡ് 1 ജി എന്ന് പറയുന്നതിന്റെ ഫാക്ടർ ഗ്രൂപ്പ് കണ്ടു, അതിന്റെ സെന്റർ കണ്ടു ആ ഫാക്ടർ ഗ്രൂപ്പിന്റെ. എന്നിട്ട് ഗാമ 1 എന്ന് പറയുന്ന കനോണിക്കൽ ഹോമോമോർഫിസം നമ്മൾ ജിന്ന് ജി ബാർ ഇസഡ് 1 ജിയിലേക്ക് കൊടുത്തു. ഇനി ഈ ജി ബാർ ഇസഡ് 1 ജിയുടെ സെന്റർ ആണ് ഇസഡ് ഓഫ് ജി ബാർ ഇസഡ് 1 ജി. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുവാണ്. ആ ഇസഡ് ഓഫ് ജി ബാർ ഇസഡ് 1 ജി എന്ന് പറയുന്നത് ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ഇതാണ് ജി ബാർ ഇസഡ് 1 ജി ആണ്. അതിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും. അതിനെ ഇസഡ് 2 ജി എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയത് ഒരു ഇസഡ് ഓഫ് ജി ആണ്. ആ ഇസഡ് ഓഫ് ജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇസഡ് 1 ജി വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇസഡ് 2 ജി. ഇങ്ങനെ ഒരു ഇൻക്ലൂഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് അസെൻഡിങ് സെൻട്രൽ സീരീസ് ഓഫ് ദ ഗ്രൂപ്പ് ജി. ഇത് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. S3യുടെ അസെൻഡിങ് സെൻട്രൽ സീരീസ് എഴുതാൻ പറഞ്ഞിട്ട് കേട്ടോ. S3യുടെ അസെൻഡിങ് സെൻട്രൽ സീരീസ് എന്ന് പറഞ്ഞാൽ റോ നോട്ട് മാത്രമേ ഉള്ളൂ സെന്റർ ഓഫ് Z3 S3യില്. വേറെ ഒരു എലമെന്റ്സ് പരസ്പരം കമ്മ്യൂട്ട് ചെയ്യൂല. അപ്പൊ ഈ പ്രോപ്പർട്ടി, ഈ മെത്തേഡ് വെച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് റോ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് മാത്രമേ കിട്ടൂ കേട്ടോ. വേറെ അസെൻഡിങ് സീരീസ് വേറെ സെന്റർ ഒന്നും കിട്ടില്ല. ദി സെന്റർ ഓഫ് D4 നമ്മളുടെ 4 റിഫ്ലക്ഷൻ 4 സ്ക്വയറിന്റെ കേസ് തന്നെയാണ്. അപ്പൊ ആ റോ നോട്ടും റോ 2 മാത്രമേ സെന്റർ ഓഫ് D4-ലുള്ളൂ. അപ്പൊ നമ്മൾ ഈ പ്രോസസ്സിൽ പറഞ്ഞ പോലെ ഗാമ എന്ന് പറയുന്നത് D4-ന്ന് D4 ബാർ സെന്റർ ഓഫ് D4-ലേക്ക് പറഞ്ഞു. D4 ബാർ സെന്റർ ഓഫ് D4 എന്ന് പറയുന്നതിന്റെ ഓർഡർ, D4-ൽ 8 എലമെന്റ്സ് ആണ്, ഈ സെന്റർ ഓഫ് D4-ൽ 2 എലമെന്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഓർഡർ 4 ആണ്. ആൻഡ് ഹെൻസ് അത് എന്തായിരിക്കും? അബീലിയൻ ആയിരിക്കും. അപ്പൊ സെന്റർ ഓഫ് D4 ബാർ ഇസഡ് D4 എന്ന് പറയുന്നത് ഇത് തന്നെ. അബീലിയൻ ആണെങ്കിൽ സെന്റർ ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജി തന്നെയായിരിക്കും. അപ്പൊ സെന്റർ ഓഫ് D4 ബാർ ഇസഡ് D4 എന്ന് പറയുന്നത് അത് തന്നെയാണ്. Thus the ascending central series of D4 is rho naught less than or equal to. അപ്പൊ കാരണം ഇതിന്റെ ഇൻവേഴ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ D4 ആദ്യം നമ്മൾ പറയുന്നു, D4ന്റെ ഐഡന്റിറ്റി വരുന്നു, റോ നോട്ട് വരുന്നു. ഇത് ലെസ് ദാൻ ഏതാണ്? ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ഇസഡ് ഓഫ് ജിയുടെ സ്ഥാനത്തുള്ളതാണ് റോ നോട്ട് റോ 2. ഇനി പറയാൻ പോകുന്നത് എന്താണ്? ഇവിടെ നമ്മൾ പറയുന്ന ഈ ഗാമ ഇതിന്റെ സെന്റർ ഓഫ് Z4 ബാർ Z4 ഇതെന്താന്ന് തന്നെ പറഞ്ഞു, ഇത് തന്നെയാന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ ഗാമ ഇൻവേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിന്റെ ഗാമ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? D4 തന്നെയാണ്. അപ്പൊ പിന്നെയുള്ള ഇൻക്ലൂഷനിലെല്ലാം വീണ്ടും D4 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്.
ഇത് രണ്ടും ഓരോ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. D4-ന്റെ അസെൻഡിങ് സെൻട്രൽ സീരീസ് എഴുതാൻ. D4-ന്റെ അസെൻഡിങ് സെൻട്രൽ സീരീസും അതുപോലെ S3-യുടെ അസെൻഡിങ് സെൻട്രൽ സീരീസും എഴുതാൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ.